നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത് ഞങ്ങൾക്കൊരു ഊർജ്ജം തന്നെയാണ്. സോ താങ്ക് യു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് അതിൻ്റെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ 100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ട്രെയിലറിലൂടെയും ഇനി അതിനുശേഷമുള്ള ഗാനങ്ങളിലൂടെയും 31-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമയിലൂടെയും അത് ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉന്മാദം. നേരത്തെ എൻ്റെ പേര് ചോദിച്ചില്ല, അമിൻ. ഓക്കെ, നേരത്തെ അമിൻ സൂചിപ്പിച്ച പോലെ ഇതിൽ കുറച്ച് സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയല്ലാതെ ആവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരിൽ കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഡാർക്ക്. ഇതിന് മുമ്പുള്ള ഷാഗ് സിനിമകളുടെ അത്ര ഡാർക്കല്ല എന്തായാലും. അത് തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറിച്ച് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും തരാം. പുള്ളി വിളിച്ച് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. സോ ഉന്മാദം എന്നുള്ള സിനിമ 31-ാം തീയതി തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ലഭിക്കും അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചാക്കോച്ചന് നന്ദി പറഞ്ഞെങ്കിലും നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഉന്മാദം തരുന്ന കുറേ കാര്യങ്ങൾ ചാക്കോച്ചൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചാക്കോച്ചനോട് അത്രയും സ്നേഹമുള്ളിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും രോമാഞ്ചം ഒരല്പം കൂട്ടുന്നതിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചാക്കോച്ചനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വിത്ത് യുവർ പ്രസൻസ് ഹിയർ ഓൺ ദ ഫ്ലോർ വി ആർ പ്രസന്റിംഗ് ദിസ് വീഡിയോ ഫോർ യു ആൻഡ് ദിസ് ഇസ് എ ലവ് ഫോർ യു. അത് കാണാം, നമുക്ക് കാണാൻ. നിങ്ങൾ റെഡിയാണോ? സോ എവരിബഡി, all eyes on the screen, as this definitely will give us even more thrill and excitement, and all eyes on the screen. കൂടി അതേ സ്റ്റൈലോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ പിറകിലുള്ള സീക്രട്ട് എന്താണ് ചാക്കോച്ച? അതിന്റെ പിറകിലുള്ള ഉന്മാദം എന്താണ്? വാട്ട് ഈസ് മേക്കിംഗ് യു ദിസ് വൈബ്രന്റ് ആൻഡ് ദിസ് എനർജറ്റിക് എവറി ടൈം? ഇതിൽ എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അപ്പം ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നേ? ആരാ? ഇയാളാണോ? എഴുന്നോ? ആ ചോട്ടയും കണ്ടു വിട്ടു. സ്റ്റേജിലേക്ക് എത്തിയിട്ടല്ല. പേരെന്താ? ലയാൻ. അടിപൊളി. ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസിൻ്റെ ബഡാസും എല്ലാം കൂടി ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചനെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടായി ഒരു സിംബോളിക്കായിട്ട് കൊടുക്കും. ഇനി തിരിച്ചു വരുമ്പോൾ വരുമോ? ലേഡീസിനെ കൊടുക്കുമ്പോൾ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ലേയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? സനീഫയ്ക്കാണോ? അത് അവരുടെ അച്ഛനും അമ്മയോട്. അപ്പോൾ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എൻ്റെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, ഇപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐ ലവ് ടു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. ചാക്കോച്ച, ഒരു കാര്യം കൂടി ഒബ്വിയസ്ലി ചാക്കോച്ചൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഡാൻസ് കളിക്കോ എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിലർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ആയതുകൊണ്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തതിനു ശേഷം ചാക്കോച്ചൻ്റെ ഡാൻസ് ആവാലോ നമുക്ക്. എൻ്റെ അടുത്ത് ഇവിടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ കമ്പനി ബോംബെ എന്നുള്ള ആൾക്കാരാണ്. സോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്ത് പരിപാടി കുളമാക്കരുത്. സോ താങ്ക് യു പനോരമ സ്റ്റുഡിയോസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഓഫർ ടു മീ. സോ അവർക്ക് വേണ്ടി എന്തായാലും നൃത്തം ചെയ്യുന്നില്ല. നമ്മുടെ ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ആ സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ അവൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നത് ചോദിച്ചാൽ മതി അല്ലേ? എന്തായാലും ട്രെയിലർ പരിപാടി എന്തിനാണോ നമ്മളിവിടെ വന്നത് ആ പരിപാടി